നെടുങ്കണ്ടത്ത് സ്റ്റേ കമ്പിയിൽ നിന്നും യുവാവിന് വൈദ്യുതാഘാതമേറ്റു. നെടുങ്കണ്ടം താന്നിമൂട് വടക്കേ കുന്നിയിൽ ഡോണി മാത്യുവിനാണ് പൊള്ളലേറ്റത്. കാലുകൾക്കും കൈകൾക്കും വയറിനും പൊള്ളലേറ്റ യുവാവിനെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSEBയുടെ വലിയ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും നാളുകളായി കമ്പി ഇവിടെ പൊട്ടിക്കിടക്കുന്നതാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. സഹായികൾക്കൊപ്പം പുല്ലുചുത്തിനിടയിലാണ് വൈദ്യുതാഘാതമേറ്റത്. റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 32 kV വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് സ്റ്റേ കമ്പി റോഡിലേക്ക് കിടന്നിരുന്നത്. ഇത് കാണാതെ പുല്ലുചുത്തിനിടയിൽ കമ്പിയിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. വൈദ്യുതാഘാതമേറ്റ ടോണി റോഡിലേക്ക് തെറിച്ചു വീണു. ടോണിയുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്നവരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. വലിയ ശബ്ദത്തോടു കൂടി ഒരു ഒച്ച കേട്ടു. ഞങ്ങൾ രണ്ടുപേരോട് ഓടി മാറിക്കോന്ന് പറഞ്ഞു. കാറ്റുണ്ട്, ചെറിയ കാറ്റുണ്ടായിരുന്നു. ലൈം എല്ലാം ടച്ച് ആയതാണെന്ന് ഓർത്ത് വന്നപ്പം കൊച്ചു ഷോക്കേറ്റ് കിടക്കുകയാണ്. വയറിനും കാലിനുമടക്കം പൊള്ളലേറ്റിട്ടുണ്ട്. കാലിൽ ധരിച്ചിരുന്ന ഷൂ അടക്കം കത്തിപ്പോവുകയും ചെയ്തു. അത്ഭുതകരമായിട്ടാണ് ഇയാൾ രക്ഷപ്പെട്ടതും. KSEBയുടെ വലിയ അനാസ്ഥയെ തുടർന്നാണ് വൈദ്യുതാഘാതം ഉണ്ടായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 4 വർഷമായി ഈ സ്റ്റേ കമ്പികൾ ഇവിടെ കിടക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ലെന്ന് KSEB അധികൃതരും വ്യക്തമാക്കി. ഒപ്പം ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മുഴുവൻ കമ്പികളും നീക്കം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ KSEB അധികൃതർ അപകടാവസ്ഥയിലുണ്ടായിരുന്ന കമ്പികൾ നീക്കം ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉടുമ്പൻചോല.